പ്രിയപ്പെട്ട പ്ലസ് ടു കോമേഴ്സ് വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, മീനിങ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും കൊമേഴ്സ്യൽ എൻറ്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ടിങ് റെക്കോർഡുകൾ ഏതൊക്കെയാണ്. അതിൽ നമ്മൾ പറഞ്ഞു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, ഫീച്ചേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അടുത്ത മറ്റു അക്കൗണ്ടുകൾ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അക്കൗണ്ടിൻ്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ്, എന്താണ്, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Income and expenditure account. It is just like a profit and loss account prepared by trading concern. ട്രേഡിംഗ് കൺസേണുകൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സിമിലർ ആയിട്ടുള്ളതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് കൺസേണുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് എങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. നമ്മൾ പറഞ്ഞു അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഇൻകം ഏൺ ചെയ്യുന്നത്, അഥവാ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡിനെ പരിഗണിക്കാതെ ഇൻകം ഏൺ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാറുള്ളത്. തേർഡ് വൺ പറയുന്നത് ഇതാണ്, ഇറ്റ് റെക്കോർഡ് ഓൺലി റവന്യൂ ഐറ്റംസ് ഓഫ് കറണ്ട് ഇയർ ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. കറണ്ട് ഇയറിലെ കാര്യങ്ങൾ മാത്രമേ, കറണ്ട് ഇയറിലെ ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാറുള്ളൂ. ദെൻ ഡെബിറ്റ് ക്രെഡിറ്റ് തമ്മിലുള്ള ബാലൻസിനെ നമ്മൾ ഒന്നുകിൽ സർപ്ലസ് എന്നോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നോ പറയും. നമ്മൾ മുമ്പ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പറഞ്ഞിരുന്നു, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കറണ്ട് ഇയറും സക്സീഡിങ് ഇയറും പ്രിസീഡിങ് ഇയറും എല്ലാം പെടുത്താറുണ്ട്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ ഐറ്റംസ് മാത്രമേ പെടുത്താറുള്ളൂ. ദെൻ അതിൻ്റെ റിസൾട്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ദെൻ all revenue expenditure and losses relating to current year are recorded in debit side. എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും ലോസുകളും കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ട എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും ലോസുകളുമാണ് ഡെബിറ്റ് സൈഡിൽ എഴുതാറുള്ളത്. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ റവന്യൂ ഇൻകംസും ഗെയിനുകളും എഴുതും. കറണ്ട് ഇയർ റെപ്രസെൻറ്റഡ് മാത്രം, അഥവാ കറണ്ട് ഇയറിലെ ഐറ്റംസ് മാത്രമേ നമ്മൾ പെടുത്താറുള്ളൂ. റവന്യൂ എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലും റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലും എഴുതും. Then it is necessary to adjust outstanding and prepaid expenses. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളോ പ്രീപെയ്ഡ് എക്സ്പെൻസുകളോ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതാത് എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ ചെയ്യുന്നു. ദെൻ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ ആൾസോ റെക്കോർഡഡ് ഇൻ ഇറ്റ്. നോൺ ക്യാഷ് ഐറ്റംസ് അഥവാ ഡിപ്രീസിയേഷൻ പോലത്തെ നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതുകൂടെ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പറയുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സമാനമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അക്രൂവൽ ബേസിസിലാണത് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദെൻ റവന്യൂ ഐറ്റംസ് ഓഫ് കറണ്ട് ഇയർ മാത്രമേ പെടുത്താറുള്ളൂ, അഥവാ റവന്യൂ ഐറ്റം മാത്രമേ പെടുത്തുകയുള്ളൂ. ദെൻ റവന്യൂ എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിലും റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിലേക്കും നമ്മൾ എഴുതും. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ പോലത്തെ നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ പെടുത്താറുണ്ട്. ദെൻ ഒരു ഫോർമാറ്റാണ്, നിങ്ങൾ നോട്ട്ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, ഒരു ഫോർമാറ്റ് വരയ്ക്കുക. എന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റാണ്. നമുക്ക് 3 അക്കൗണ്ടുകളാണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അതിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഡെബിറ്റ് സൈഡിലേക്ക് അഥവാ എക്സ്പെൻസ് സൈഡിലേക്ക് എഴുതേണ്ടതാണ്. ഒന്ന് സാലറീസ്, ഹോണറേറിയം, റെൻറ്റ്, റേറ്റ്, ടാക്സ്, പോസ്റ്റേജ്, printing and stationery, telephone charges, charities, wages, upkeeping of ground, insurance, electricity charge, interest, general expenses, entertainment expense, bank charges, conveyance, repairs, newspaper and periodicals, loss on sale of fixed asset, depreciation on fixed asset. Then ഇൻകം സൈഡിൽ നമ്മൾ എഴുതുന്നത് സബ്സ്ക്രിപ്ഷൻ, ജനറൽ ഡൊണേഷൻ,
എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ് ചെയ്യാത്ത എൻട്രൻസ് ഫീകളെ എഴുതാറുള്ളൂ. എൻട്രൻസ് ഫീ ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റലിനോടൊപ്പം ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഹോൾ റെൻറ്റ്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് ഗ്രാസ്, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, മിസലീനിയസ് റെസിപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇൻകം സൈഡിലും എഴുതാറുള്ളത്. ദെൻ ഇൻകവും എക്സ്പെൻസിനെ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. കിട്ടുന്ന ബാലൻസ് ഡെബിറ്റ് സൈഡ് ബാലൻസ് ആണ് എങ്കിൽ അത് സർപ്ലസ് എന്ന് പറയും. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയാറുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും, അഥവാ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം ആയിരിക്കും. ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഉള്ളത്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമുക്കറിയാം റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഇങ്ങനെ 3 തരം അക്കൗണ്ടുകളാണ് നമ്മൾ ബേസ് ആയിട്ട് പഠിക്കാറുള്ളത്. അതിൽ നോമിനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി അക്കൗണ്ടിങ് ഇയർ. രണ്ടാമത്തെ കാര്യം പറയുന്നതാണ് ഒരു അക്കൗണ്ടിങ് ഇയറിലെ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും സമ്മറിയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. തേർഡ് വൺ പറയുന്നതാണ് ഇറ്റ് റെക്കോർഡ് ഓൺലി റവന്യൂ ഇൻകംസ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും കറണ്ട് ഇയറിൽ ആ വർഷത്തെ റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻസുകളുമാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം എക്സെട്ര ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. നോൺ ക്യാഷ് ഐറ്റം, ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് തുടങ്ങിയ നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ നോൺ ക്യാഷ് ഐറ്റം കൂടെ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ദെൻ ഇറ്റ് നെവർ റെക്കോർഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യാറില്ല. ഇറ്റ് നെവർ സ്റ്റാർട്ട് വിത്ത് എ ബാലൻസ്. ഒരു ബാലൻസിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. ദെൻ ക്ലോസിംഗ് ബാലൻസ് വിൽ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, ലാഭം നഷ്ടത്തിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടേം സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നായിരിക്കും. സർപ്ലസ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്, ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ആണ് എങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒന്ന് പറയുന്നു. ഫോളോ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ത്രോലി. നമ്മൾ ആദ്യം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ തറവായിട്ട് ഫോളോ ചെയ്യുന്നു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഐറ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നു എക്സ്ക്ലൂഡ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷോൺ ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ തറോ ആയിട്ട് നമ്മൾ പരിശോധിക്കുന്നു. ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ബാക്കി ഐറ്റത്തിൽ നമ്മൾ നോക്കുന്നു. എക്സ്ക്ലൂഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ ഇൻകവുമേ നമ്മൾ എഴുതാറുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ്പെൻസുകളും ക്യാപിറ്റൽ ഇൻകവും ഉണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം, അതിനെ ഒഴിവാക്കണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈ ദ റവന്യൂ ഇൻകം റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ ഫ്രം ദി ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റവന്യൂ ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിൽ ആ വർഷത്തെ റവന്യൂ ഇൻകംസ് ഏതാണ് എന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ പരിശോധിക്കുന്നു. ദെൻ അതിനെ നമ്മൾ ഇൻകം സൈഡിലേക്ക്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിലേക്ക് എഴുതിയെടുക്കുന്നു. അഞ്ചാമത്തത് ഐഡൻറ്റിഫൈ റവന്യൂ എക്സ്പെൻസ് ടു ദ എക്സ്പെൻസ് റിലേറ്റിംഗ് ടു കറണ്ട് ഇയർ. കറണ്ട് ഇയറിലെ എക്സ്പെൻസുകൾ നമ്മളുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിൽ അഥവാ പേയ്മെൻറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസുകൾ മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻസ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് മസ്റ്റ് ബി ആഡഡ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എക്സ്പെൻസിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്യുകയും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യുന്നു. Consider the following item not appearing in receipt and payment account that has been taken into account for determining surplus or deficit. Then following items റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് അല്ലാതെയുള്ള വല്ല ഫോളോയിങ് ഐറ്റംസും അഥവാ വല്ല അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടെങ്കിൽ അതുകൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണക്കാക്കാൻ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ
റവന്യൂ എക്സ്പെൻസുകളും റവന്യൂ ഇൻകവും എഴുതുന്നു. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണോ ഉള്ളത് അതുകൂടെ പരിഗണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്നും പറഞ്ഞു. ഇത് തിയറി ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യനുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം. അഥവാ ചിലപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ സ്റ്റെപ്പുകൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ സ്റ്റെപ്പുകൾ, അതേപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് ചോദിക്കാറുള്ള തിയറി ക്വസ്റ്റ്യനുകൾ. നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ചില ബേസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ നാച്ചർ ഓഫ് അക്കൗണ്ട് അടിസ്ഥാനത്തിൽ അക്കൗണ്ടിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. ഇറ്റ് ഈസ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബട്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് എന്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ നാച്ചർ ഓഫ് ഐറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നാച്ചർ ഓൺലി. റവന്യൂ നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ അഥവാ റവന്യൂ ഐറ്റംസ് മാത്രമേ പരിഗണിക്കാറുള്ളൂ. റവന്യൂ എക്സ്പെൻസുകളോ റവന്യൂ ഇൻകമോ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതാറുള്ളൂ. നേരെ മറിച്ച് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ ആയാലും ക്യാപിറ്റൽ ഐറ്റം ആണെങ്കിലും എന്ത് ചെയ്യും, നമ്മൾ പരിഗണിക്കും. ദെൻ പീരിയഡിൽ പറയുന്ന ഇതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു കറണ്ട് ഇയറിലെ ഐറ്റംസ് മാത്രം, ഏത് വർഷത്തെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ ഐറ്റംസ് മാത്രമേ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ദെൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കറണ്ട് പീരിയഡ് മാത്രമല്ല സക്സീഡിങ് ആയാലും പ്രീവിയസ് ഇയർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പെടുത്താറുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് അക്കൗണ്ട് അടിസ്ഥാനത്തിൽ പറയുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്, എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ അഥവാ നോൺ ക്യാഷ് ഐറ്റംസ് ആയ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇത്തരം നോൺ ക്യാഷ് ഐറ്റംസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാറാണ് പതിവ്. ദെൻ മറ്റൊന്ന് ഡെബിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകളും ലോസുകളുമാണ് എങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് റെസിപ്റ്റുകളാണ് എഴുതാറുള്ളത്. അഥവാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആണ് എങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റുകളായിരിക്കും, നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തതായിരിക്കും കാണിക്കുക. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ്, എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റുകളായിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസ് ഇല്ല. ദെൻ ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ പറയുന്ന പേര് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നായിരിക്കും. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്ലോസിംഗ് ബാലൻസും ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും, എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക് ആയിരിക്കും. അടുത്ത അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ട്രേഡിംഗ് കൺസേണുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റ് ഉള്ളത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ടു ഡിസ്പ്ലേ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. സാധാ ട്രേഡിംഗ് കൺസേണുകൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. The preparation of balance sheet is on the same pattern as in the case of profit organization. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണോ അതേ പാറ്റേണിൽ തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദർ ഈസ് എ ക്യാപിറ്റൽ ഫണ്ട് ഇൻ പ്ലേസ് ഓഫ് ക്യാപിറ്റൽ ഇൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ആണ് എങ്കിൽ അഥവാ ഓണർ ഫണ്ടാണ്, അത് ക്യാപിറ്റലായിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ അല്ല, പകരം അത് ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. ദെൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഷുഡ് ബി ആഡഡ് ടു ഓർ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. നമുക്കറിയാം സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യും. ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് ലെഗസീസ്, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ എക്സെട്ര ആർ ഡയറക്ട്ലി ടു ദ ക്യാപിറ്റൽ ഫണ്ട്. നമുക്കറിയാം ലെഗസികളോ അതല്ലെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് എൻട്രൻസ് ഫീയോ ലൈഫ് മെമ്പർഷിപ്പ് ഫീയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യും.
Then specific purpose fund like a building, sports fund, etc. shown separately in liability side of balance sheet. സ്പോർട്സ് ഫണ്ട് അതേപോലെ തന്നെ ബിൽഡിംഗ് ഫണ്ട് തുടങ്ങിയ സ്പെസിഫിക് ഡൊണേഷൻസ് ഉണ്ട് എങ്കിൽ അത്തരം സ്പെസിഫിക് പർപ്പസ് ഫണ്ടിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോമാറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റിൽ ആദ്യം ലയബിലിറ്റി സൈഡ് ഞാൻ പറയുന്നു, നിങ്ങൾ നോട്ടിലേക്ക് വരച്ചു വെക്കുക. ക്യാപിറ്റൽ ഫണ്ട്, ക്യാപിറ്റൽ ഫണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് സർപ്ലസ് ആണെങ്കിൽ ആഡ്, ലെസ് ഡെഫിസിറ്റ്, ദെൻ ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് ലെഗസീസ്, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് ബേസിക് ആയിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കാം. ഈ വർഷം നമുക്ക് കിട്ടിയ സർപ്ലസ് നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ഇൻ കേസ് ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു. ദെൻ ലെഗസി, എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ തുടങ്ങിയതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുന്നു, അതുകൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു. ദെൻ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകൾ വല്ലതുണ്ടെങ്കിൽ അത് ലയബിലിറ്റി സൈഡ് നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ പ്രീവിയസ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുന്നു. ദെൻ ഈ വർഷത്തെ റെസിപ്റ്റ് ഡ്യൂറിങ് ദ ഇയർ ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുന്നു. ദെൻ എക്സ്പെൻസ് പെയ്ഡ് ഔട്ട് ഓഫ് ഫണ്ട് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് കിട്ടുന്ന ഉത്തരം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. ദെൻ ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എഴുതുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എഴുതുന്നു. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ എഴുതുന്നു. ഇതാണ് ലയബിലിറ്റി സൈഡ് ഉള്ളത്. ദെൻ അസറ്റ് സൈഡിലേക്ക് വരാവുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ബാങ്ക്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, ഫിക്സഡ് അസറ്റ്, സ്പെഷ്യൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയും സാധനങ്ങൾ അസറ്റ് സൈഡിലേക്കും എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു. സാധാ പോലെ നമ്മൾ ബാലൻസ് ഷീറ്റ് തുല്യമാക്കുന്ന പോലെ രണ്ട് കോളം തുല്യമാകുന്നു. ഇതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഒന്ന്, ടേക്ക് എ ക്യാപിറ്റൽ ഫണ്ട് ആസ് പെർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് കണ്ടെത്തുന്നു. ദെൻ ടേക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ലയബിലിറ്റി സൈഡ് ആഡ് എ ലെസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ ദി കേസ് മേ ബി ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനെ എടുത്തതിന് ശേഷം നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം സർപ്ലസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ആഡ് ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ലെഗസി, എൻട്രൻസ് ഫീ എക്സെട്ര. നമ്മൾ നേരത്തെ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതുന്നത്. ദെൻ അടുത്ത ഘട്ടം നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റലൈസ്ഡ് പോർഷൻ ഓഫ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അതേപോലെ തന്നെ എൻട്രൻസ് ഫീ, അതേപോലെ ലെഗസി തുടങ്ങിയതുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തുടങ്ങിയതുണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക് എഴുതുന്നു. ദെൻ ക്ലോസിംഗ് ക്യാഷ് ഓർ ബാങ്ക് ബാലൻസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്. നമ്മൾ ക്ലോസിംഗ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കിട്ടുന്ന ക്യാഷ് ഓർ ബാങ്ക്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റ് സൈഡിൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. ദെൻ അസറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഷുഡ് ബി അഡ്ജസ്റ്റഡ് വിത്ത് അഡീഷൻ, ഡിസ്പോസൽ ആൻഡ് ഡിപ്രീസിയേഷൻ. നമ്മുടെ ബിഗിനിങ് ബാലൻസ് ഷീറ്റിലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ അസറ്റിൽ എന്തെങ്കിലും അഡീഷനോ അല്ലെങ്കിൽ ഡിഡക്ഷനോ സംഭവിച്ചു, അസറ്റ് വിൽക്കുകയോ അസറ്റ് പുതിയത് വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ, പുതിയത് വാങ്ങിയാൽ ആഡ് ചെയ്യുക, വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. ദെൻ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ അടുത്തത് ന്യൂ അസറ്റ് പർച്ചേസ് ഷുഡ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്. പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് അസറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. പുതിയ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് കാണിക്കേണ്ടത് അസറ്റ് സൈഡിലാണ്. എനി സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ലൈക്ക് ബിൽഡിംഗ് ഫണ്ട്, ടൂർണമെൻറ്റ് ഫണ്ട് എക്സെട്ര ഷുഡ് ബി ഷോൺ ഓൺ ദി സെപ്പറേറ്റ്ലി ഇൻ ദി ലയബിലിറ്റി സൈഡ്. ഏതെങ്കിലും സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ, ബിൽഡിംഗ് ഫണ്ടെന്നോ ടൂർണമെൻറ്റ് ഫണ്ട് എന്നോ വല്ല സ്പെഷ്യൽ പർപ്പസ് ഫണ്ടും ഉണ്ട് എങ്കിൽ അത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ.